ഹായ് മക്കളുമാരെ, എന്നറിയാമോ പപ്പ അവിടെ അടുക്കളയിൽ എന്തോ ഉണ്ടാക്കാനായിട്ടുള്ള പുറപ്പാടിലാണ്. നമുക്ക് നോക്കാം എന്താണെന്ന്. വാ, എന്താ നോക്കാം ചെയ്യാൻ പോന്നെ? പപ്പ എന്തോ ചെയ്യാൻ പോവാ? എള്ളുണ്ടയോ? അതിനെന്തോന്നൊക്കെയാ എടുത്തേക്കുന്നത്? ആ ഉം ഉം ക്രിസ്മസ് അല്ലേ? ഉണക്കമുന്തിരിങ്ങ, ആ ബദാം, ഏലക്ക, നെയ്യ്, ഇത് എള്ളല്ലേ? കരിപ്പട്ടിയോ ശർക്കരയോ ഇത്? എള്ളുണ്ടെങ്കിൽ കരിപ്പട്ടിയാണോ ഇടുന്നത്? കരിപ്പട്ടി ഇങ്ങനെ ഇട്ടിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അടിക്കുമോ? ഇടയ്ക്ക് ഒരു പ്രാവശ്യം പപ്പ ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കണ്ടോ, കരിപ്പട്ടി, എള്ള്, കപ്പലണ്ടി, ബദാം, കാഷ്നട്ട്, ഉണക്കമുന്തിരി, നെയ്യ്, ഏലക്ക. പിന്നെന്തുവാ? ആ ഏലക്ക. ഇതെല്ലാം കൂടെ മിക്സിയിലിടുവോ? മിക്സിയിലിട്ടിട്ട് അടിക്കും. എല്ലാം കൂടെ ഒരുമിച്ച് ഇടുന്നത്? എല്ലാം കൂടെ ഒരുമിച്ചിടാൻ പറ്റത്തില്ല. കണ്ടോ, ആ നട്ട്സുകളെല്ലാം കൂടെ പൊടിച്ച് ഇതേപോലെ ആക്കണം. കണ്ടോ, എള്ളും ഇതേപോലെ തന്നെ പൊടിക്കണം. എള്ളു ഇതേപോലെ പൊടിയുണ്ടാന്ന് തോന്നുന്നു. ഒന്നടിച്ചാൽ മതി തോന്നുന്നല്ലേ? നന്നായിട്ട് പൊടിയണം. പിന്നെ പക്ഷെ എള്ളുണ്ട് നമ്മൾ മേടിക്കുമ്പോൾ കടയിൽ നിന്ന് അത്ര പൊടി ഇങ്ങനെ അത് കടിക്കുമല്ലോ. ഓ ശരി. ഇനി എള്ളിൻ്റെ കൂടെ ആ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കണം. നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നതെന്ന് പറയുന്നത് ഒരു മയം കിട്ടാൻ വേണ്ടിയാണ്. നമ്മൾ കുഴയ്ക്കുമ്പോഴത്തേനും പിന്നെ അത് ഇരിക്കുമ്പോഴും ഇച്ചിരി മയം കിട്ടണമെങ്കിൽ നെയ്യ് ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും ആയിരിക്കും. നന്നായിട്ട് അതാവുകയും ചെയ്യും. എന്നിട്ട് അതിനെ മിക്സിയിലടിക്കണം. അടിച്ചതിന് ശേഷം നമ്മുടെ നട്ട്സ് ഇത് കുറച്ചിങ്ങ് വാരിയിട്ട് ഇടണം. അതായത് ഈ എള്ളില്ലേ കുറച്ചിങ്ങ് വാരി ഇട്ടതിന് പകുതി ഇട്ടതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന നട്ട്സിൻ്റെ പകുതി ഇടണം. കരിപ്പട്ടിയുടെയും കൂടെ പകുതി ഇട്ട് മിക്സിയിൽ വീണ്ടും അടിക്കുക. വീണ്ടും അടിച്ച്, കാരണം എൻ്റെ മിക്സിയിൽ ഇപ്പോൾ ഒരുമിച്ചെല്ലാം കൂടെ അടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ രണ്ടായിട്ടാണ് അടിക്കുന്നത്. ഒരു പാത്രത്തിൽ തട്ടിയതിന് ശേഷം നമ്മൾ കൈകൊണ്ട് തന്നെ എല്ലാം കൂടെ ഒന്നുകൂടെ മിക്സാക്കണം. മിക്സാക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് വെക്കുക. വെച്ചതിന് ശേഷം അതിനെ ഉരുട്ടിയെടുക്കുക. കണ്ടോ, ഞാൻ ഇതുണ്ടോ പകുതി ഇട്ടേക്കുന്നുണ്ടോ? ഇതേവോണം വെച്ച് പൊടിച്ചതാണ്. ഇനി ഇതിനെ നമ്മൾ ഇതേവോണം ഉരുട്ടണം. ഇങ്ങനെ ഒരു പിടി ഇങ്ങനെ അങ്ങോട്ട് എടുക്കണം. ഒരു പിടി ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് പിന്നെ ഉരുട്ടി വെക്കണം. പിന്നെ ഇതെല്ലാം ഉരുട്ടിയിട്ട് കാണിച്ചു തരാവേ. ഓക്കെ, അങ്ങനെ നമ്മുടെ എള്ളുണ്ട റെഡി. ഇതിനെയും കുപ്പിയിൽ ഇറക്കി വെച്ച് അടച്ചു വെച്ചിരുന്നാൽ മതി. നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് കഴിക്കാം. എനിക്ക് മക്കളുമാർക്ക് കൊടുത്തയക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ്. ഹോസ്റ്റലൊക്കെ നിൽക്കുമല്ലേ, അപ്പം അവർക്ക് കഴിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങളും പരീക്ഷിച്ച് നോക്കണേ. അടിപൊളി ടേസ്റ്റാണ്. അപ്പം ടാറ്റ, ഓക്കെ, ബൈ ബൈ.